ആ കാര്യകാരണങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നത്. ആ കാര്യകാരണങ്ങളിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇടപെടാൻ ദൈവത്തിനല്ലാതെ ആർക്കും സാധ്യമല്ല. അത് ജിന്നിനോ മലക്കിനോ മനുഷ്യനോ ആൾദൈവങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതിഷ്ഠകൾക്കോ പ്രവാചകന്മാർക്കോ മുഹമ്മദ് നബിക്കോ പോലും ഈ കാര്യകാരണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇടപെടാൻ സാധിക്കും. നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ പറയും, ആര് ഖബറിൻ്റെ അടുക്കലേക്ക് പോകുന്ന, ജാറത്ത് പോയിട്ട് ദുആ ചെയ്യുന്ന, മഹാന്മാരുടെ ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് ദുആ ചെയ്യുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന ആൾക്കാർ പറയും, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മളെല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ഹാകാതിരിക്കുകയില്ല, എന്ത് കാര്യമായാലും വേണ്ടിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് ഇസ്തിഗാസ നടത്തുന്ന ആളുകൾ വാദിക്കാറുള്ളത് കൊടുത്ത കഴിവിൽ നിന്ന് അവർ നമ്മെ സഹായിക്കുമെന്നാണ്. എന്താണ് ഈ കൊടുത്ത കഴിവ്? അള്ളാഹു കാണുന്നത് പോലെ കാണാനും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും, അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും, അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും, അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുവാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. എന്തേ അള്ളാഹുവിന് കൊടുത്തുകൂടെ? അള്ളാഹുവിന് അങ്ങനെ കഴിവ് കൊടുക്കാനുള്ള കഴിവില്ലേ എന്നൊക്കെ പരിഹാസ രൂപത്തിൽ ചില മുസ്ലിയാക്കന്മാർ വാദിക്കാറുമുണ്ട്. അങ്ങനെ ആ കൊടുത്ത കഴിവിൽ നിന്ന് നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാകില്ല എന്നാണ് അവർ വാദിക്കാറുള്ളത്. എന്നാൽ മുജാഹിദുകൾ പറയുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, സൃഷ്ടി കഴിവിന് അതീതമായി അള്ളാഹു അല്ലാത്ത ഒരു മഹ്ലൂക്കിനും നമ്മെ സഹായിക്കുവാൻ സാധിക്കുകയില്ല, അവർക്ക് ഇടപെടാൻ സാധിക്കുകയില്ല. ഇത് കൃത്യമാണ്. സമസ്തയുടെ ആളുകൾ അള്ളാഹുവിന്റെ ആയത്ത് പോലും പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇസ്തിഗാസവാദം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കാറുള്ളത്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വാദം ഇബിലീസിന്റെ പ്രമേയമാണ് എന്ന് വരെ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ എഴുതിയും പറഞ്ഞും വെച്ചിട്ടുണ്ട്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് മുഴുവൻ അമ്പിയാക്കളും അതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിച്ചു എന്നാണ് ഇദ്ദേഹം പച്ച നുണ പറയുന്നത്. അത് ഇബ്ലീസിന്റെ വാദമാണ്. കാരണം ഇബ്ലീസിന്റെ വാദമാണ് എന്നതിന് കാരണം ഇവിടെ തൗഹീദിന്റെ മർമ്മം എന്താണ്? ഈയിടെ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ ബഹുമാന്യനായ അബ്ദുള്ള ബാസിൽ വിവരിക്കുന്ന ശകലം ഭാഗമൊന്ന് കേൾക്കാം. തൗഹീദിന്റെ അടിസ്ഥാനം എന്താ വെച്ചാൽ, ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രാപഞ്ചികമായി ഈ പ്രപഞ്ചം എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതിന് ദൈവം ഒരു കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. കാര്യകാരണ ബന്ധം എന്ന് പറയും. ആ കാര്യകാരണങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നത്. ആ കാര്യകാരണങ്ങളിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇടപെടാൻ ദൈവത്തിനല്ലാതെ ആർക്കും സാധ്യമല്ല. അത് ജിന്നിനോ മലക്കിനോ മനുഷ്യനോ ആൾദൈവങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതിഷ്ഠകൾക്കോ പ്രവാചകന്മാർക്കോ മുഹമ്മദ് നബിക്കോ പോലും ഈ കാര്യകാരണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇടപെടാൻ സാധിക്കില്ല. ഇതാണ് ഈ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം ഒരാൾക്കും തന്നെ ഇടപെടാൻ സാധിക്കുകയില്ല. ഇവിടെയാണ് മുസ്ലിയാക്കന്മാർ പറയുന്നത് അവർക്ക് അങ്ങനെ ഇടപെടാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. ആ നൽകിയ കഴിവിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്. മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും, എപ്പോൾ വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും, എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യും. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബകം എന്നോവർ, വല്ലേ നീലെത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതു തീരം ചെയ്യും ഞാൻ എന്നോവർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഉന്നയിക്കുന്ന വാദങ്ങളാണ്. എന്താണ്? അള്ളാഹു അവർക്ക് അങ്ങനെ കഴിവ് കൊടുക്കും. ആ കൊടുത്ത കഴിവിൽ നിന്ന് നമുക്ക് അവരോട് എന്തും ചോദിക്കാം. അള്ളാഹുവിനോട് ചോദിക്കുന്ന എന്തും അവരോട് ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് നമ്മെ സഹായിക്കും എന്ന് തന്നെയാണ് സമസ്തയുടെ ആളുകൾ വാദിക്കാറുള്ളത്. അങ്ങനെ എന്തും ചോദിക്കാം, എന്ത് ചോദ്യത്തിനും മറുപടി ഉണ്ട് എന്നുള്ളത് പകര ബാപ്പൂട്ടി മുസ്ലിയാരിൽ നിന്ന് നമുക്കൊന്ന് കേൾക്കാം. ഷെയ്ഖുന മതി ഇൻഷാ അല്ലാഹ്. നമുക്ക് നമ്മളെല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ഹാകാതിരിക്കുകയില്ല, എന്ത് കാര്യമായാലും വേണ്ടിയില്ല. സാമ്പത്തികമായാലും വേണ്ടിയില്ല, ശാരീരികമായാലും വേണ്ടിയില്ല, മാനസികമായാലും വേണ്ടിയില്ല, എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ഹാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. എത്ര 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 അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എത്ര അനുഭവങ്ങൾ, ഏത് വിഷയത്തിനും അതിലൊരു സംശയവുമില്ല എന്ന് പറഞ്ഞത്. ഏത് വിഷയത്തിന് ചോദിച്ചു കഴിഞ്ഞാലും അതിനൊക്കെ മറുപടി പറയാൻ, അതിനൊക്കെ ഉത്തരം നൽകാൻ, അതിനൊക്കെ സഹായിക്കുവാൻ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് മഹാന്മാർക്ക് കഴിയും എന്ന് തന്നെയാണ് സമസ്തക്കാർ വാദിക്കാറുള്ളത്. മനസ്സിലായല്ലോ? അപ്പോ ഈ വാദം ഒന്നുകൂടെ സ്ഥാപിക്കാൻ വേണ്ടി പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞത്, പകര അഹ്സനി
അദ്ദേഹം പറഞ്ഞത് CM അടവൂരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അതേ CM അടവൂരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ UK മജീദ് മുസ്ലിയാർ സംസാരിക്കുന്ന ഒരു സംസാരം നമുക്കൊന്ന് കേൾക്കാം. ഇന്നും മൗലിദുകളൊക്കെ നിങ്ങൾ വായിക്കാറില്ലേ? ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവന്റേത് തന്നെയാണ്, പടച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് ഈ സാധനം അള്ളാഹു നമുക്ക് തന്ന ഈ കൽബ് പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും. സഹോദരന്മാരെ, ദിക്റിലും ഫിക്റിലുമായി ലയിച്ചങ്ങെടുത്തപ്പോൾ ശൈഖുന നേടിയെടുത്ത പവറാണിത്. ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ, ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടിയിട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ്, വല്ല നിലത്തിനും എന്നെ വിളിപ്പോർപ്പ് വായുകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും. ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ ഔസുല്ലാഹ് തങ്ങൾക്ക്, അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ ശൈഖുന മടവൂർ ഓർക്ക് കഴിയുകയാണ്, ഖാജാ തങ്ങൾക്ക് കഴിയുകയാണ്, മഹാന്മാർക്ക് കഴിയുകയാണ്. ഈ നിലക്ക് പരിധിയില്ലാത്ത പവർ മഹാനവറുകൾ നേടി. അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമുക്ക് കൃത്യമായി മനസ്സിലായി അങ്ങനെയുള്ള ഒരു കഴിവ് അവർ നേടിയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു സംസാരത്തിൽ പറയുന്നത് റഹ്മാനിയത്ത് നേടിയെടുത്തിട്ടുണ്ട് എന്ന്. അതുപോലെ തന്നെ വേറൊരു സംസാരത്തിൽ പറയുന്നത് എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും അവർ കേൾക്കാനുള്ള കഴിവ് അവർക്കുണ്ട്, അവരത് നേടിയെടുത്തിട്ടുണ്ട്. ആ റഹ്മാനിയത്ത് നേടിയെടുത്തിട്ടുണ്ട്, ആ പവർ അവർ നേടിയെടുത്തിട്ടുണ്ട് എന്നൊക്കെ വ്യത്യസ്ത രീതിയിൽ അദ്ദേഹം അത് വാദിക്കുന്നത്, സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ഒക്കെ നമ്മൾ പല വീഡിയോകളിലായി കണ്ടതാണ്. ഇവിടെ CM സ്മരണിക എന്ന് പറയുന്ന അവരുടെ ഒരു പുസ്തകം അത് പരിശോധിക്കുമ്പോൾ കൃത്യമായി തന്നെ അതിൽ പറയുന്നുണ്ട് എന്താണ്, ഒരു ഖുദ്സിയായ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് അവർ ആ രീതിയിലുള്ള ഒരു വാദം ഉന്നയിക്കുന്നത്. ഇവിടെ ദുർവ്യാഖ്യാനമാണ് നടക്കുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും അറിയാനും ഇടപെടാനുള്ള കഴിവ് മഹാന്മാർക്കുണ്ട് എന്നാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകും എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഇതാണ്. ഇതേ കാര്യം തന്നെ ജീലാൻ എന്ന് പറയുന്ന പുസ്തകത്തിലും പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കാൻ മഹാന്മാർക്ക് കഴിയും എന്ന് തന്നെയാണ് വാദിക്കുന്നത്. ഇവിടെ നമ്മുടെ അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞ ആ ഒരു വിഷയം എന്താണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ വേണ്ടി ഒരാളെ കൊണ്ടും കഴിയില്ല. അത് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരാൻ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഒരു സംസാരം നടത്തിയിട്ടുണ്ട്. ആ സംസാരം ഒന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. അല്ലാഹുവാണ്, കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, തടയുന്നവൻ അല്ലാഹുവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദരീങ്ങളെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദരീങ്ങൾക്ക് കഴിയൂലല്ലോ. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു ആണല്ലോ. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, രോഗമായാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? നമ്മൾക്ക് റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചില്ലേ? അല്ലാഹുമ്മ ഇന്നക അന്തശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക്, അല്ലാഹുവേ നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, നീയല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ല. കേടിയ സഹോദരങ്ങൾ, ഇവിടെ ബദരീങ്ങൾക്ക് പോലും രോഗം മാറ്റിക്കൊടുക്കുവാനുള്ള കഴിവ് ഇല്ല. രോഗം മാറ്റുന്നവൻ അള്ളാഹു മാത്രമാണ്. നിങ്ങൾക്ക് രോഗമുണ്ടായി കഴിഞ്ഞാൽ അതിന് ശിഫ നൽകേണ്ടവൻ അള്ളാഹു മാത്രമാണ് എന്നാണ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മറ്റൊരു സംസാരത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു കഴിവ് ആർക്കും തന്നെ കൊടുത്തിട്ടില്ല. അങ്ങനെ വാദിക്കരുത്, കൊടുത്ത കഴിവിൽ നിന്ന് എന്ന് വാദിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നവൻ. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമാണ്. മുഅ്തസിലത്തിന്റെ ആശയം, ഖദരിയ്യത്തിന്റെ ആശയം അങ്ങനെയല്ല. പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്, ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് ബിദ്അത്തുകാരുടെ ആശയം. എന്നാൽ ആ ബിദ്അത്തുകാരുടെ ആശയം കോപ്പിയടിച്ച കള്ളത്തരീഖത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും, അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലേ? എന്ത് കൊടുത്ത കഴിവ്? അങ്ങനെ ഒരു കഴിവില്ല. അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം.
അള്ളാഹു കൊടുക്കുന്ന കഴിവ്. അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന കഴിവ് അല്ലാതെ കൊടുത്തു വെച്ച കഴിവല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് ക്യാൻറ്റീനിൽ കൊണ്ടുവന്ന് ഇറക്കി വെച്ച ചരക്കൊന്നുമല്ല. കൊടുക്കുന്ന കഴിവിൽ നിന്ന് എന്ന് വാദിക്കണം, അതും തെറ്റായ ഒരു വാദമാണ്. കൊടുക്കുന്ന കഴിവ് എന്താണ്? ഈ കൊടുക്കുന്ന കഴിവ് അള്ളാഹു കാണുന്ന പോലെ കാണാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കുമോ? അപ്പോൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ വാദവും തെറ്റാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറയുന്നത്, അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല. രോഗം മാറ്റാനുള്ള കഴിവ് മഹാന്മാർക്ക് കൊടുത്തിട്ട് ആ രോഗം മാറ്റുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നാണ്. എന്നാൽ നേരത്തെ നമ്മൾ ജീലാൻ എന്ന പുസ്തകത്തെ കുറിച്ചും അതുപോലെ തന്നെ CN സ്മരണിക എന്ന് പറയുന്ന പുസ്തകത്തിനെ കുറിച്ചും പറഞ്ഞല്ലോ. അതേ വാദം വേറൊരു മുസ്ലിയാർ വാദിക്കും. നമുക്കൊന്ന് കേൾക്കാം. അവൻ ഇടപാട് നടത്തുന്ന കൈ ഞാനാകും. മഹാന്മാരൊക്കെ ഇതിന് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, കൈയും കാലും ഒക്കെ അള്ളാഹുവാകും, ചെവി അള്ളാഹുവാകും, കണ്ണ് അള്ളാഹുവാകും എന്നെല്ലാം പറഞ്ഞാൽ യസ്മഉൽ ഖരീബ വൽ ബഈദ്, ദൂരപരിധികളില്ലാതെ കാണാനും കേൾക്കാനും ഇടപാട് നടത്താനും എത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും നിസ്സാരമായി നടത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്, ആ പ്രവാചകന്, ആ വലിയന് കഴിവ് കൊടുക്കുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന റാസി റളിയല്ലാഹു അൻഹു പറയുന്നു. ഇപ്പോൾ മുഹീദ്ദീൻ ശേഖനെ വിളിച്ചാൽ, ബഗ്ദാദിലുള്ള മുഹീദ്ദീൻ ശേഖനെ വിളിച്ചാൽ കേൾക്കുമോ എന്ന് പലരും ചോദിക്കും. കേൾക്കും. കാരണം വരിജിലഹുല്ലത്തി യംശി ബിഹാ, അവൻ്റെ കാല് ഞാനാകും, അവൻ നടക്കുന്ന കാല് ഞാനാകും. കാല് ആയാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയല്ല കാല് ഉപയോഗിക്കണം. അള്ളാഹു കാലാവും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? പെട്ടെന്ന് എത്താൻ പറ്റും. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും. എന്നെ വിളിച്ചോവർ ഒന്നും പേടിക്കണ്ട, അല്ലേ? എന്നെ വിളിച്ചോർക്ക് ഞാൻ ശാഫിഈ എന്നോവർ, ഞാൻ കാവലെന്നോവർ, അങ്ങനെയാണുള്ളത്. അപ്പം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടുന്ന് വിളിച്ചാലും കാവല് കൊടുക്കാനുള്ള കഴിവ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. കേട്ടില്ലേ സഹോദരങ്ങളെ? അപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞ ആ വാദത്തെ തള്ളിപ്പറയുന്ന രീതിയിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ സംസാരം വരുന്നത്. സത്യത്തിൽ സമസ്തയിൽ ഈ ഒരു വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോ UK മജീദ് മുസ്ലിയാർ പറയുന്നതും പകര വാപ്പൂട്ടി മുസ്ലിയാർ പറയുന്നതും അതുപോലെ തന്നെ പല മുസ്ലിയാക്കന്മാരും പറഞ്ഞു വെച്ചത് പല വീഡിയോകളിലൊക്കെയായി നിങ്ങളൊക്കെ കേട്ടതാണ്. അതിലൊക്കെ പറയുന്ന വാദമല്ല നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയിൽ നിന്ന് കേട്ടത്. അതേപോലെ തന്നെ പല വീഡിയോകളിലും പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പല വാദങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നൗഷാദ് ഹസനിയെ പോലെയുള്ള ആളുകൾ ഗണന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ AP സമസ്തയിൽ തന്നെ ചില മുസ്ലിയാക്കന്മാരും ഇപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിക്കെതിരെ ഗണന നടത്തുന്നുണ്ട്. നമ്മുടെ വിഷയം അതല്ല. പക്ഷെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ആ പറഞ്ഞ ഒരു കാര്യം അത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ സമസ്തയുടെ വാദം എന്താണ്, ഈ സമസ്തക്കാർ ഇത്ര കാലം പറഞ്ഞു വെച്ച വാദം എന്താണ് എന്ന് കൃത്യമാണ്. എന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അതിൽ നിന്ന് വിഭിന്നമായ ഒരു വാദം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞതും അബ്ദുള്ള ബാസിൽ പറഞ്ഞതും അതാണ് നമ്മൾ അടിവരയിടേണ്ടത്. അബ്ദുള്ള ബാസിൽ പറഞ്ഞത് എന്താണ്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരാൾക്കും തന്നെ ഇടപെടാൻ സാധിക്കുകയില്ല. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞത് എന്താണ്? രോഗം മാറ്റുവാൻ ബദരീങ്ങൾക്ക് കൊണ്ട് കഴിയില്ല, അള്ളാഹു മാത്രമാണ് രോഗം മാറ്റുന്നവൻ. എന്നാൽ പകര വാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞത് എന്താണ്? ഏത് കാര്യത്തിനും ചോദിക്കാം. ഇപ്പോ രോഗം മാറ്റിയ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ക്ലിപ്പുകൾ കണ്ടിട്ടുണ്ടാകും. മുസ്ലിയാക്കന്മാർ തന്നെ പറയുന്ന പല വാദങ്ങളും, ക്യാൻസർ പോലെയുള്ള, 2 കിഡ്നിക്കും വീക്കായ ആള്, അതുപോലെ തന്നെ പല രോഗങ്ങളായി. ബഹുമാനപ്പെട്ട ശൈഖുനാക്കുള്ള അധികാരം ചില്ലറല്ല. അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണേ, അള്ളാഹുവെ ആ പ്രശ്നം തീർത്തു കൊടുക്കണേ, അള്ളാഹുവെ ആ രോഗം മാറ്റി കൊടുക്കണേ. അങ്ങനെ ശൈഖുന പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ശൈഖുനായുടെ ഈ ഉയർന്ന സ്റ്റേജിലേക്ക് എത്തിയ ശേഷം ശൈഖുന വാക്ക് പറയാനേ ഇല്ല. ശൈഖുന പറയാറ് ഞാനത് മാറ്റിയിരിക്കും, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല. ഞാനത് മാറ്റിയിരിക്കും, ആ രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ മാറി. കിഡ്നി 2 നഷ്ടപ്പെട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവസാനം മയ്യത്താക്കി കബറിലേക്ക് തിരിച്ചയച്ചതായ ഒരു സഹോദരന്റെ വീട്ടിലേക്ക് ചൂണ്ടിയിട്ട് കൊടുവള്ളിയിലെ ഒരു ദർസ് തുടങ്ങാൻ പോയപ്പോ എനിക്ക് ഒരാൾ, ആ വീട്ടുകാരനാന്ന് പറയാം, 30 വർഷത്തോളം കിഡ്നി രോഗം വന്ന് കിഡ്നിയൊക്കെ പോയി, എന്നിട്ട് ഇനി ഡോക്ടർമാരായിട്ട് ഡയാലിസിസ് വരെ ചെയ്യാനുള്ള പ്രകൃതിയിൽ നിന്ന് മാറിയിരിക്കുന്നു. ആ ടൈമും തെറ്റി, അത് അക്കാലവും കഴിഞ്ഞ് അതും കുറെ കാലം കഴിഞ്ഞ് ഇനി അതും ഉപകരിക്കാതെ ആൾ മരിക്കാനുള്ള അവസ്ഥയിലെത്തുമ്പോൾ CMന്റെ അടുത്തെത്താം. അത് വേണ്ട, ഞാനത് മാറ്റിയിരിക്കുന്നു. പിന്നെയും അദ്ദേഹം ജീവിക്കുകയാണ് കൊല്ലങ്ങളോളം.
ഇത് കിഡ്നി നഷ്ടപ്പെട്ട് രണ്ടിന്റെ പ്രവർത്തനം 100% നിലച്ച് പിന്നെ ഡയാലിസിസ് ചെയ്ത് വൃത്തിയാക്കുന്ന രക്തം ശുദ്ധിയാക്കുന്ന പണിയും ചെയ്ത് പിന്നെയും കൊല്ലങ്ങൾ കഴിഞ്ഞ് പിന്നെ അതും നടക്കാതെ വരുമ്പോൾ CM വലിമാൻ എഴുതുമ്പോൾ അത് വേണ്ട, ഞാനത് മാറ്റിയിരിക്കുന്നു. മാറുകയാണ്. വെറും ഒരു ലഭ്യമല്ല, അതൊരു അധികാരം തന്നെയാണ്. നിന്ന് പോലും വന്നിട്ട് മുസ്ലിയാക്കന്മാർ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ മാറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വാദങ്ങൾ, പല രീതിയിലുള്ള കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ ഒരുപാട് മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ഒരിക്കലും തന്നെ സൃഷ്ടികളുടെ കഴിവിന് അതീതമായ ഒരു കാര്യം അത് സൃഷ്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ തന്നെ പാടില്ല. അങ്ങനെ കഴിവ് അള്ളാഹു കൊടുത്തിട്ടില്ല. അതൊന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാന്യനായ അൻവർ ഹുസൈൻ ചൊയ്ലി ആ വിഷയം സംസാരിക്കുന്ന ഏതാനും ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. വലാ യുൻഖിദൂൻ, അവർ എന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം തൗഹീദ് പറയാണ്. നമ്മൾ മക്കത്തെ മുശ്രിക്കീങ്ങൾ ഒരിക്കലും എന്തില്ല, അവരാരാധിച്ചത്, അവർ അള്ളാഹുവിന് പുറമെ ഇബാദത്തുകൾ ചെയ്തിരുന്ന ആൾക്കാർ അള്ളാഹുവിന് തുല്യരായ ഇലാഹുകളായിട്ട് അവർ മനസ്സിലാക്കിയിട്ടില്ല. അവർ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. ഒരിക്കലും അള്ളാഹ്ക്ക് തുല്യരായിട്ട് എന്തില്ല, അവർ വിശ്വസിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ പറയും, ആര് ഖബറിൻ്റെ അടുക്കലേക്ക് പോകുന്ന, ജാറത്ത് പോയിട്ട് ദുആ ചെയ്യുന്ന, മഹാന്മാരുടെ ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് ദുആ ചെയ്യുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന ആൾക്കാർ പറയും, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ പഠിക്കാനുണ്ട്, ശരിക്കും മനസ്സിലാക്കാനുണ്ട്. അള്ളാഹുവിന് കൊടുക്കാനുള്ള കഴിവുണ്ടോ? ഉണ്ട്. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പം മരത്തിനെ സംസാരിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്, കല്ലിനെ സംസാരിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്, മരിച്ച ഒരാളെ സംസാരിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്, ആ മരിച്ച ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിവ് കൊടുക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അങ്ങനെ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ ആശയക്കുഴപ്പം, അല്ല കൊടുത്ത കഴിവെന്നല്ലേ. ഒന്ന്, വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബ, ഏറ്റവും വലിയ ദുൽമായിട്ട് അള്ളാഹു പഠിപ്പിച്ച എന്താണ്? വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബ, അള്ളാഹിൻ്റെ പേരിൽ ആരോപണം നടത്തുന്ന ആൾ, അവനേക്കാൾ അക്രമി ആരുണ്ട്? അപ്പം അള്ളാഹു അങ്ങനെ കൊടുത്തതായിട്ട് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ല, സഹിഹായ ഹദീസിലും അള്ളാഹു പറഞ്ഞിട്ടില്ല, ഇന്നൊരാൾക്ക് ഇന്ന കഴിവ് കൊടുത്തിട്ടുണ്ട്, ഇന്നാൾക്ക് ഇന്ന കഴിവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തു എന്നൊരാൾ പറഞ്ഞാൽ അത് അള്ളാഹിൻ്റെ പേരിലുള്ള കളവാണ്. അതിൻ്റെ പേരിലാണ് നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടും. അതന്നെ ഒന്നാമത്തെ ദുൽമ്, ഒന്നാമത്തെ പിഴവ്. രണ്ടാമത്തേത്, ഒരാൾ പറയാണ്, ആര്, ഒരു കൃഷ്ണേട്ടൻ പറയാണ്, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും ശ്രീകൃഷ്ണനോട് ഞാൻ ചോദിക്കുന്നു. ഇവരുടെ ഈ വാദപ്രകാരം അവൻ ആരല്ല, മുശ്രിക്കല്ല. അപ്പോൾ അപ്പുറത്ത് ജോസേട്ടൻ പറയാണ്, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും ഈസാനോട് ഞാൻ ചോദിക്കുന്നു. പറഞ്ഞൂടെ? അവർ രണ്ടാളും കാഫിർ. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് മൊയ്തീൻ ഷെയ്ഖിനോട് ഞാൻ ചോദിക്കുന്നു, ഓ മുസ്ലിം. രണ്ടും മൂന്നെന്താ വ്യത്യാസമുള്ളത്? മൂന്നൊന്നാണ്. വലിയ അബദ്ധമാണത്. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് എന്ന് നോക്കിക്കോ. മക്കത്തെ മുശ്രിക്കീങ്ങൾ അവരും എന്താണ് വാദിച്ചത്? അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് അവരും ചോദിച്ചത്. തെളിവെന്താണ്? അവരുടെ തൽബിയത്ത്. മക്കത്തെ മുശ്രിക്കീങ്ങളുടെ തൽബിയത്ത്. അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു. ഇബ്രാഹിം മില്ലത്തിലായിരുന്ന ആൾക്കാരല്ലേ. ഇബ്രാഹിം മില്ലത്തിൽ നിന്നാണ് അവർ തെറ്റിയത്. അവർ ഹജ്ജ് ചെയ്യായിരുന്നു. ഹജ്ജ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? തൽബിയത്ത് പറയും, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക്. അത്ര അങ്ങനെ പറയും. പിന്നെ പറയും ഇല്ലാ ശരീക്കൻ. ലബ്ബൈക്ക് എന്നാണ് അള്ളാഹു നിനക്ക് ഉത്തരം നൽകി ഞാൻ വന്നിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല. ഇല്ലാ ശരീക്കൻ, ഒരു പങ്കുകാരനൊഴികെ. ആ പങ്കുകാരൻ്റെ പ്രത്യേകത എന്താണ്? തംലികുഹു വമാ മലക്, ആ പങ്കുകാരനെ നീ ഉടമപ്പെടുത്തുന്നു. ആ പങ്കുകാരൻ എന്തൊക്കെ കാര്യങ്ങൾ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതിനെയും നീ ഉടമപ്പെടുത്തുന്നു. അത് അള്ളാഹു കൊടുത്ത കഴിവ്. അതേപോലെയാണ് അന്ന് മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞത്. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് അവർ ചോദിച്ചത്. പക്ഷെ അവരെന്ത് ചെയ്തു? അറബി ആയതുകൊണ്ട് ശരിക്ക് ഷിർക്ക് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മുടെ നാട്ടുകാർ എന്തില്ല, അറബി അറിയാത്തതുകൊണ്ട് ഷിർക്ക് എന്തോ വലിയ പാപാന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് മുമ്പേ. അതുകൊണ്ട് ഷിർക്ക് എന്ന് പറയില്ല, വേറെ എന്തെങ്കിലും നല്ലൊരു പേരിട്ടിട്ട് പറയും. കൊടുത്ത കഴിവ് അതാണ് ശരിക്കും പഠിച്ചാൽ എന്ത് ചെയ്യും? ഈ പറയുന്ന രണ്ട് വാദം ഒന്നാണെന്ന് ശരിക്കും ബോധ്യപ്പെടും. അപ്പം എന്തില്ല, അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഒരു കാര്യം മറ്റൊരാൾക്ക് കൊടുത്താൽ അത് ഇലാഹാക്കലായി. ഇനി എനിക്ക് അത് ഇലാഹാണെന്നൊരു വിശ്വാസമില്ല. അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത കഴിവിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഇലാഹാണെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ആ കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുമ്പോൾ എന്തായി? അത് ദുആയി. ദുആ ആർക്കുള്ളതാണ്? അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. ആ അള്ളാഹ്ക്ക് മാത്രമുള്ള ഇബാദത്ത് ആ മരിച്ചു കൊടുക്കുന്ന ആൾക്ക് കൊടുത്താൽ മഅബൂദായി, ഇലാഹായി. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യമൊന്നുമില്ല, അവിടെ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഇബാദത്ത് അങ്ങോട്ട് കൊടുത്താൽ ആരായി? ആരാധിക്കപ്പെടുന്നവനായി, ഇലാഹായി. അതാണ് ഇവിടെ ചോദിക്കുക, അത്തഖിദു മിൻ ദൂനിഹി ആലിഹ. കൊടുത്ത കഴിവ് എന്നത് ഊഹം മാത്രമാണ്. മാത്രവുമല്ല, ഇവിടെ അൻവർ ഹുസൈൻ പറഞ്ഞ ആ ഒരു കൃത്യമായ ഒരു വിഷയം, അത് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയലാണ്. അങ്ങനെ അള്ളാഹു കഴിവ് നൽകിയിട്ടുണ്ട്, ആ കൊടുത്ത കഴിവിൽ നിന്നാണ് നമ്മൾ സഹായം തേടുന്നത് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് എവിടെയും തന്നെ പ്രമാണങ്ങളിൽ ഇല്ല.
പിന്നെ അവർ പറയാൻ സാധ്യതയുള്ളത് മുഅ്ജിസത്ത് കറാമത്താണ്, അത് കൊടുത്ത കഴിവാണ് എന്നുള്ളൊരു വാദമാണ്. അങ്ങനെ ഒരു കഴിവ് അള്ളാഹു ആർക്കും തന്നെ കൊടുത്തിട്ടില്ല. മുഅ്ജിസത്ത് കറാമത്ത് എന്ന് പറഞ്ഞാൽ കൊടുത്ത കഴിവ് എന്ന് തെളിയിക്കാൻ മുസ്ലിയാക്കന്മാരെ കൊണ്ട് പറ്റുകയുമില്ല. മുഅ്ജിസത്ത് കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് കൊടുത്ത കഴിവല്ല. അങ്ങനെ ഒരു കൊടുത്ത കഴിവാണ് എങ്കിൽ അവർക്ക് യഥേഷ്ടം അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ യഥേഷ്ടം ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുമോ? മുഅ്ജിസത്തും കറാമത്തും അമ്പിയാക്കൾക്ക് മുഅ്ജിസത്താകട്ടെ, മഹാന്മാർക്ക് കറാമത്താകട്ടെ, അത് അവർക്ക് അവരുടെ ഇഷ്ടം പോലെ യഥേഷ്ടം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? പറ്റുമെന്ന് വാദിക്കുകയാണ് എങ്കിൽ മുസ്ലിയാക്കന്മാർ ചില്ലറപ്പടലൊന്നല്ല പെടുക. മനസ്സിലായോ? ചില്ലറപ്പടലൊന്നല്ല പെടുക. ഇപ്പോ ഒരു പുതിയൊരു കേസ് ഉണ്ടല്ലോ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ട ഒരു വിഷയം. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എവിടെയാണ് ഇടപെട്ടത്? CM മടവൂരിന്റെ അടുക്കാണോ ഇടപെട്ടത്? മുനബത്ത് ബിവിയുടെ അടുക്കാണോ ഇടപെട്ടത്? ഓച്ചിറൽ ദാമോദരന്റെ അടുക്കാണോ ഇടപെട്ടത്? ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങളെയാണോ ഇടപെടിച്ചത്? അതുപോലെ തന്നെ ഖുറാ തങ്ങളെയാണോ ഇടപെടിപ്പിച്ചത്? പോട്ടെ, നമ്മുടെ മഹാനായ നേതാവ് മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ ഇടപെടിപ്പിച്ചത്? അതല്ല, യമനിലുള്ള ഇദ്ദേഹവുമായി പരിചയമുള്ള ഒരു സൂഫി പണ്ഡിതനെയാണ് ഇടപെടിപ്പിച്ചത്. അവിടെ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലാണ് ആ കാര്യങ്ങൾ. മരിച്ചുപോയ സൂഫിയെ അല്ല വിളിച്ചത്, ജീവിച്ചിരിപ്പുള്ള ഒരു സൂഫിയാണ് വിളിച്ചത്. ഫോണിലൂടെയാണ് വിളിച്ചത്. എവിടെ നിന്ന് വിളിച്ചാലും, എപ്പോൾ വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും, എന്തിനു വിളിച്ചാലും കേൾക്കുമെന്ന വിശ്വാസത്തോടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ വിളിക്കുകയല്ല ചെയ്തത്, ഫോണിലൂടെ വിളിച്ച്, ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചർച്ച ചെയ്തു. എന്നിട്ടോ ആ പറയപ്പെടുന്ന സൂഫി പണ്ഡിതൻ അവരുടെ വീട്ടുകാരുമായി, ആ മരണപ്പെട്ട ആളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് പറഞ്ഞ പോലെയുള്ള ഒരു സൗദിയിൽ നിന്നൊക്കെ ആളുകളെ റിലീസ് ചെയ്ത് കൊണ്ടുവന്നല്ലോ, പാസ്പോർട്ട് ഇല്ലാതെ കൊണ്ടുപോയി, അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇവർ പറയുന്നുണ്ടല്ലോ. സൗദിയില് ഒരു ചെറുപ്പക്കാരൻ ഷെയ്ഖുനാനോട് മഹബത്തുള്ള ഒരു ചെറുപ്പക്കാരായി പറയാൻ ഞാൻ ഒരുങ്ങിയപ്പോ മറന്നുപോയതേ. അദ്ദേഹം സൗദിയെ പോയി, ഷെയ്ഖുനാന്റെ സമപ്രകാരം പോയതാ. അവിടെ ചെന്ന് അദ്ദേഹം പെട്ടെന്ന് ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ അയാള് അവിടെ അറസ്റ്റിലായി പോയി. അവിടെ ഒരു തെറ്റും ചെയ്യാതെ എന്തോ ഒരു കുറ്റാളവിൽ ആരോപിച്ച് അയാൾ ജയിലിൽ അടക്കപ്പെട്ടു. ജയിലിൽ കിടന്ന് CM വിളിച്ച് കരാൻ തുടങ്ങി. എന്നെ ഇതിനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്, എനിക്ക് നാടെന്നെ പോരേനോ, എന്നെ ജയിലിലാക്കാൻ അങ്ങോട്ട് വിടണ്ടീനോ ഒക്കെ ഷെയ്ഖുനാനോടാ പറയുന്നത്. ഷെയ്ഖുനാന്റെ സമപ്രകാരം പോകുന്നതല്ലേ, എന്നെ ജയിലിലാക്കാൻ അങ്ങോട്ട് പറഞ്ഞേക്കണ്ടീനോ, ഷെയ്ഖുനാനോട് കുറ്റം പറഞ്ഞ മാതിരി എന്നെ പറയാൻ ഒക്കെ പറയാ ഷെയ്ഖുനാനോട്. ഷെയ്ഖുന പറഞ്ഞയച്ചതല്ലേ, ഇയാൾ അങ്ങനെ പറയണം. അപ്പോൾ അവർക്ക് മനസ്സുവേദന ആകുക. അപ്പൊ ഇന്നങ്ങോട്ട് ഇതേ പറഞ്ഞയച്ച ചെയ്യുന്നത് അങ്ങനൊക്കെ പറഞ്ഞ് ഇയാൾ കരയാൻ തുടങ്ങി. ഇയാള് രാത്രി അങ്ങനെ കരഞ്ഞു കൊടുക്കുക, ഹജ്ജിന്റെ ടൈമാ. അങ്ങനെ ഇയാൾ കരഞ്ഞു കൊടുക്കുമ്പോ ജയിലിന്റെ ഇപ്പുറത്ത് ഷെയ്ഖുന വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഷെയ്ഖുന ആ ജയിൽ തുറന്ന് ഉള്ളിൽ കയറി സലാം പറഞ്ഞെത്തിപ്പോ ഷെയ്ഖുന ജയിലിലെത്തിയാണ്. സുബ്ഹാന, ജയില് തുറക്കാൻ കഴിയോ, തുറക്കാൻ പറ്റുമോ? അതൊക്കെ ചെന്ന് ചോദിച്ചു നോക്ക്. അതങ്ങനെ ഉള്ളിൽ കയറി. അപ്പോ നീ കരയുന്ന കേട്ട് വന്നാ ഞാൻ ഹജ്ജിന് വന്നതാ, വാ എന്നാ നീ കൈ പിടിച്ച് കൊണ്ടുവന്ന് വണ്ടി കയറ്റി നേരെ വിട്ട് ഏതൊരു സ്ഥലം പറഞ്ഞു സൗദിയിൽ, എനിക്ക് അറിഞ്ഞൂടെ, അവിടെ ആക്കി കൊടുത്തു. ഇദ്ദേഹം നാട്ടിൽ വിളിച്ച് ഷെയ്ഖുന ഭാര്യനോട് പറഞ്ഞു, ഷെയ്ഖുന അവിടെ വന്ന് എന്നെ ജയിലിനെ കൊയിച്ചിലാക്കി. ഷെയ്ഖുനാന്റെ അടുത്ത് അവിടെ ഉണ്ടോ ഷെയ്ഖുന? ആ ഷെയ്ഖുന എന്നപ്പോ ഷെയ്ഖുന കിടക്കണോടത്ത് കിടക്കുന്നുണ്ട്, വഴി മാറിയും പോയിട്ടൊന്നുമില്ല. ഇതാണ് ഷെയ്ഖുന. എന്തിൻ്റെ ഉള്ളിലും കയറും, എന്തിന്നും പുറത്തു പോരും, ആരെയും കൊണ്ടുപോകും, ആരെയും പുറത്താക്കും. ഒരു പ്രയാസവുമില്ല, അന്നുമില്ല ഇന്നുമില്ല, എന്തും ചെയ്യാൻ കഴിയും. പിടിച്ചോ ഷെയ്ഖുനാന്, ഏതൊരാൾക്കും അവിടുത്തെ മദത് കിട്ടും. അങ്ങനെയുള്ള ഒരു സംഭവമല്ല ഇവിടെ നടക്കുന്നത്. മനസ്സിലായല്ലോ? എന്നാ ഇവിടെ പറഞ്ഞു വരുന്നത് സൃഷ്ടി കഴിവിന് അതീതമായി, ഇല്ലെങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരാൾക്കും തന്നെ ഇടപെടാൻ കഴിയില്ല. ഒരു മഹ്ലൂക്കിനും കഴിയില്ല. ജിന്നാകട്ടെ, മലക്കാകട്ടെ, മനുഷ്യനാകട്ടെ, ആർക്കും തന്നെ. അങ്ങനെ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനും വേണ്ടി പാടില്ല. അങ്ങനെയുള്ള ആളുകളോട് സഹായം തേടാനും വേണ്ടി പാടില്ല. ഇതൊക്കെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അത് ബഹുമാന്യനായ അൻവർ ഹുസൈൻ ഷൂലിയുടെ സംസാരത്തിൽ വളരെ കൃത്യമാണ്, വ്യക്തമാണ്. സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമം നമ്മളിൽ നിന്നുണ്ടാകുക. അള്ളാഹു സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.